കർണാടക ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് പിന്നിലുള്ള ഗൂഢാലോചന NIA അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ചലോ ധർമ്മസ്ഥല റാലിയുമായി BJP. ധർമ്മസ്ഥലയിൽ ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന പ്രതിഷേധ പരിപാടിയിൽ 1 ലക്ഷത്തോളം പേർ പങ്കെടുക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് BY വിജയേന്ദ്ര പറഞ്ഞു. സർക്കാരും ഗൂഢാലോചനക്കാർക്കൊപ്പം നിൽക്കുന്നു എന്നാണ് BJPയുടെ വിമർശനം. എന്നാൽ എല്ലാത്തിനെയും രാഷ്ട്രീയവൽക്കരിക്കൽ BJPയുടെ നയമാണെന്നും അവർ പ്രതിഷേധിക്കട്ടെ എന്നും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രതികരിച്ചു. മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. റഹീസ്, ഇതിപ്പോൾ മറ്റൊരു നിർണായകമായ ഒരു പടിയിലേക്ക് കൂടി കടക്കുകയാണ്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതിങ്ങനെ എന്താണ് ഇതിൽ പുരോഗതി ഉണ്ടാകുക, അതിനുശേഷം പറയുന്നു മുൻ ശുചീകരണ തൊഴിലാളിക്കെതിരെ കേസെടുക്കുന്നു, ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതിപ്പോൾ BJP വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു. പറയൂ കൂടുതൽ വിവരങ്ങൾ. സ്മിത, ഈ ഒരു വെളിപ്പെടുത്തലിന് പിന്നിലുള്ള ഗൂഢാലോചന അന്വേഷിക്കണം, NIA അന്വേഷിക്കണം എന്ന ആവശ്യമാണ് പ്രധാനമായിട്ടും BJPയും JDSും ഉയർത്തുന്നത്. ഈ ശുചീകരണ തൊഴിലാളിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ തന്നെ BJP ഈ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ അതിനോട് അനുകൂലമായി പ്രതികരിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല, അല്ലെങ്കിൽ സർക്കാർ തയ്യാറായില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ അതിനെതിരെയാണ് BJP ഈ ധർമ്മസ്ഥല റാലിയുമായി മുന്നോട്ട് വരുന്നത്. അത് റാലി നേരത്തെ തന്നെ ആഹ്വാനം ചെയ്തിട്ടുള്ളതാണ്. 1 ലക്ഷത്തോളം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു വലിയ പ്രതിഷേധ പരിപാടിയാണ് BJP ലക്ഷ്യമിടുന്നത്. അതിനുവേണ്ടി ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ BJPയുടെ സംസ്ഥാനത്തെ പല നേതാക്കളും ധർമ്മസ്ഥലയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്രതിഷേധം കടുപ്പിക്കുക, സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ള ലക്ഷ്യമാണ് പ്രധാനമായിട്ടും BJP മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരത്തിലൊരു സർക്കാർ കൂടി ഈ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഒരു വെളിപ്പെടുത്തൽ വന്ന ഉടൻ തന്നെ ഇത്തരത്തിലൊരു അന്വേഷണം പ്രഖ്യാപിക്കുന്നു, പ്രത്യേക അന്വേഷണ സംഘത്തെ വെക്കുന്നു, അത്തരത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. അതൊക്കെയും ഈ ക്ഷേത്രത്തിന്റെ പവിത്രതയെ കളങ്കപ്പെടുത്താനായി ഇത്തരത്തിൽ സർക്കാർ കൂടി ഭാഗം ചേർന്നു എന്നുള്ളൊരു ആരോപണമാണ് BJP പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്നത്. ഇതേ ആവശ്യം തന്നെ JDSനുമുണ്ട്. അവരും പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് ഇന്നലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇതിനൊക്കെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നത്. SIT അന്വേഷണം ആദ്യഘട്ടത്തിൽ BJP തന്നെ അംഗീകരിച്ചതാണ്. അതിന് പിന്നാലെ ഇത്തരത്തിൽ പറയുന്നത് ശരിയല്ല, എല്ലാ വിഷയങ്ങളെയും രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ളത് BJPയുടെ നയമാണ്. അവർ പ്രതിഷേധിച്ചോട്ടെ, NIA അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമില്ല, SIT അന്വേഷണം കൃത്യമായി പുരോഗമിക്കുകയാണ്. അവരുടെ അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിനിടയിൽ ഈ ശുചീകരണ തൊഴിലാളിയുമായിട്ടുള്ള തെളിവെടുപ്പ് പ്രത്യേക അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ നിലവിൽ ബാംഗ്ലൂരിലാണ് തെളിവെടുപ്പ് നടത്തുന്നത്. അതിനുശേഷം ഈ ശുചീകരണ തൊഴിലാളി ധർമ്മസ്ഥലയിൽ നിന്ന് കുറെ നാൾ തമിഴ്നാട്ടിൽ വന്ന് താമസിച്ചിരുന്നു. അവിടെയും പരിശോധന നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് BJP കോൺഗ്രസിനെതിരെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുക, സമ്മർദ്ദത്തിലാക്കുക എന്നതാകും പ്രധാനമായും അവരുടെ ലക്ഷ്യം. സ്മിത, മുഹമ്മദ് റഹീസാണ് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.